നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുക തൈറോയ്ഡ് മുഴകൾക്ക് ലാപ്രോസ്കോപ്പിക് സർജറി അല്ലെങ്കിൽ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ എന്നുള്ളൊരു വിഷയമാണ്. ഈ വിഷയം ചർച്ച ചെയ്യാനായി നമ്മോടൊപ്പം ഉള്ളത് എറണാകുളത്തെ സൺറൈസ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ലാപ്രോസ്കോപ്പിക് സർജനായ ഡോക്ടർ ആർ പത്മകുമാറാണ്. നമസ്കാരം ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. സാർ, സാധാരണ നമുക്ക് വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് തോന്നുന്നു. വളരെയധികം ആൾക്കാർക്ക് ആർക്കും അറിയാത്തത്, അതായത് തൈറോയ്ഡ് മുഴ അല്ലെങ്കിൽ തൊണ്ടയിലെ മുഴ മാറ്റാനായിട്ട് താക്കോൽ ദ്വാര ശസ്ത്രക്രിയ, ആ രീതിയിൽ. അപ്പോൾ പല ആൾക്കാർക്കും അറിയില്ല യഥാർത്ഥത്തിൽ തൈറോയ്ഡ് രോഗം മാറാനായിട്ട് നമുക്ക് വളരെ ചെറിയ ഇൻസിഷൻ ഇട്ട് ചെയ്യാമെന്ന്. ഇപ്പോൾ നമുക്ക് താക്കോൽ ദ്വാര ശസ്ത്രക്രിയ എന്ന് എടുക്കുമ്പോൾ തന്നെ എല്ലാവരും ചിന്തിക്കുക വയറിനകത്തൊരു ശസ്ത്രക്രിയ ചെയ്യുക, അല്ലെങ്കിൽ ഈവൻ ബ്രെയിനകത്തൊരു ശസ്ത്രക്രിയ ചെയ്യുക, അല്ലെങ്കിൽ നട്ടലിനകത്ത് ചെയ്യുക എന്നൊക്കെ ഉള്ളത് ഇപ്പോൾ ഏതൊരു സാധാരണക്കാരനും അറിയാവുന്നൊരു കാര്യമാണ്. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള, അതായത് തൈറോയ്ഡ് മുഴകൾക്ക് താക്കോൽ ദ്വാര ശസ്ത്രക്രിയ എന്നുള്ളൊരു പുതിയ സംരംഭം വന്നിട്ട് കേരളത്തിൽ എത്രത്തോളം നാളായിട്ടുണ്ട്? വളരെ ചുരുക്കം സെൻറ്റേഴ്സിൽ, ഇന്ത്യയിൽ മൊത്തം നോക്കിയാൽ തന്നെ, ലോകത്ത് നോക്കിയാൽ തന്നെ വളരെ ചുരുക്കം സെൻറ്റേഴ്സ് മാത്രമേ നമുക്ക് താക്കോൽ ദ്വാര ശസ്ത്രക്രിയ തൈറോയിഡിൻ്റെ മുഴകൾ മാറ്റാനായിട്ട് ഉള്ളൂ. കേരളത്തിൽ നമ്മളിപ്പോഴാണ് തുടങ്ങിയത്. ആദ്യമായിട്ട് തുടങ്ങിയിട്ട് ഇപ്പം വളരെ റെഗുലറായിട്ട് കേസുകൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്ന് വെച്ചാൽ ആൾക്കാർ വളരെ നോക്കിയിരുന്ന ഒരു കാര്യമായിട്ട് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ കാരണം തൊണ്ടയുടെ മുഴ വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് വരുന്ന അസുഖങ്ങളും മറ്റു പ്രയാസങ്ങളൊക്കെ വേറെ. പക്ഷെ അതുകൊണ്ടുള്ള ഒരു അഭംഗി എന്ന് പറയുന്നത് മാറ്റണമെന്ന് ആൾക്കാർക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അത് മാറ്റി കഴിയുമ്പോൾ അതിനേക്കാളും വൃത്തികേടായിട്ടുള്ള ഒരു സ്കാർ വരിക എന്നുള്ളത് വരുന്നതുകൊണ്ടാണ് പലപ്പോഴും മടിച്ചിട്ട് അതുകൊണ്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം അതിനൊരു ശമനം വന്നിട്ടുണ്ട്. കാരണം ഒട്ടും കഴുത്തിൻ്റെ ഭാഗത്ത് മുറിവില്ലാതെ തന്നെ ഈ തൊണ്ടമുഴകൾ മാറ്റാൻ പറ്റും. ശസ്ത്രക്രിയ സംവിധാനത്തിലൂടെ അത് ചെയ്ത് നന്നായിട്ട് വിജയിച്ചതിന് ശേഷം തോന്നുന്നത് നേരത്തെ ചെയ്യാമായിരുന്നു എന്നുള്ളതാണ്. ഞങ്ങളെ പോലെ ഈ ലാപ്രോസ്കോപ്പിയിൽ പ്രാവീണ്യമുള്ള ആൾക്കാർ, അതേസമയം തൈറോയിഡും കൂടെ ചെയ്യുന്ന സർജന്മാരെ സംബന്ധിച്ചിടത്തോളം, രണ്ടും അറിയാവുന്ന ആരെ സംബന്ധിച്ചിടത്തോളം ചെയ്യുന്നത് അത്ര വലിയൊരു ബുദ്ധിമുട്ടല്ല. ചെയ്യാം, നന്നായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. വളരെ ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത് ചെയ്യാൻ പറ്റും. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഗ്രന്ഥികളുണ്ട്. പാരാതൈറോയിഡ് എന്ന് പറഞ്ഞിട്ട് കാൽസ്യത്തിൻ്റെ പ്രിസർവിയൻ്റ് ആയിട്ടുള്ള ഗ്രന്ഥിയുണ്ട്, കഴുത്തിലെ ഞരമ്പുകളുണ്ട്. അതൊക്കെയാണ് ആൾക്കാർ വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പ്രതീക്ഷിച്ചാൽ. പക്ഷേ നമുക്ക് ഓപ്പൺ സർജറി ചെയ്യുന്നതിനേക്കാളും വ്യക്തതയോടുകൂടി കാണാൻ പറ്റും. ലാപ്രോസ്കോപ്പിയിൽ ഒരു 20 ഇരട്ടി വരെയും മാഗ്നിഫൈഡ് ആയിട്ട് കാണുന്നതുകൊണ്ടും അതിലുപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ ആ ഒരു മാഗ്നിഫിക്കേഷനോട് കാണുന്നതുകൊണ്ട് അത് സേവ് ചെയ്യാൻ പറ്റും. ഞരമ്പിന് കേടുവരുത്താതിരിക്കാനാണെങ്കിലും ഈ പാരാതൈറോയ്ഡ് ഗ്രന്ഥികളെ നല്ലതായിട്ട് സേവ് ചെയ്തിട്ടാണെങ്കിലും നല്ല രീതിയിൽ ഈ തൈറോയിഡിന്റെ മുഴ കംപ്ലീറ്റ്നെസ്സോടുകൂടി മാറ്റാനായിട്ട് പറ്റുന്നുണ്ട്. കേരളത്തിൽ ഈ തൈറോയിഡ് പ്രശ്നങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓപ്പോസിറ്റ് ആയിട്ട് പറയുന്നതാണ്. നമുക്ക് ഇന്ത്യയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ നമുക്ക് പല സ്ത്രീകളുമായിട്ട് സംസാരിച്ച് നോക്കുമ്പോൾ തൈറോയിഡിന്റെ മരുന്ന് ഒന്നുകിൽ മരുന്ന് കഴിക്കുന്നുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ തൈറോയിഡിന്റെ പ്രശ്നമുണ്ട്, അത് മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ തൊണ്ടയിലെ തൈറോയിഡ് അത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സാധാരണയായിട്ട് പറയാറുണ്ട്. അത് നമ്മൾക്കുള്ള ഒരു പ്രത്യേക സ്ഥിതി എന്ന് വെച്ചാൽ ഒരു സൈഡിൽ മല, ഒരു സൈഡിലോട്ട് ആ സീയുടെ സൈഡ് വരുന്നത് ആയതുകൊണ്ടാണ്. മലഞ്ചെരുവിലൊക്കെ നേരത്തെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയഡിന്റെ കുറവ് നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയഡിൻ കുറഞ്ഞിട്ട് വലിയ തോതിൽ ഈ തൈറോയ്ഡ് മുഴകൾ വരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഗോയിട്രോജനിക് ആയിട്ട് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ തൈറോയിഡിന്റെ പ്രൊഡക്ഷൻ കുറയുക. തൈറോക്സിൻ എന്ന് പറഞ്ഞ ഗ്രന്ഥിയിൽ നിന്നുള്ള ദ്രാവകത്തിന്റെ പ്രൊഡക്ഷൻ കുറഞ്ഞിട്ട് അതിനെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ബ്രെയിൻ്റെ ഒരു സ്റ്റിമുലസ് ഉണ്ട്. തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ വന്നിട്ട് മുഴകൾ വന്നിട്ട് പോലും അതിൽ നിന്ന് കൂടുതൽ ദ്രാവകം ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള സിറ്റുവേഷൻ വരുന്ന പലപ്പോഴും മുഴകൾ വന്നിരുന്നു. അതൊരു പരിധി വരെ അതിപ്പോഴും നിൽക്കുന്നുണ്ട്. പക്ഷേ അയഡിനൈസേഷന് ശേഷം അയഡിന്റെ അഭാവം കൊണ്ടുണ്ടായിട്ടുള്ള പലപ്പോഴുമുള്ള ഈ മുഴകളുടെ വലിപ്പം വരുന്നത് അയഡിൻ ഡെഫിഷ്യൻസി ഗോയിറ്റേഴ്സ് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഈ മുഴകൾ വരുന്നതല്ലാതെ തന്നെ ഫങ്ഷണൽ വ്യത്യാസം വന്നിട്ടുള്ളതാണ് പലർക്കും ഉള്ള കാര്യം. ഈ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറഞ്ഞിട്ട് തൈറോയിഡിന്റെ പ്രവർത്തനം കുറഞ്ഞു വരുന്ന ഒരവസ്ഥ, അതിന് ഗ്രന്ഥിയിൽ മുഴകൾ ഉണ്ടാകാതെ തന്നെ വരുന്നതായിരിക്കും മിക്കപ്പോഴും. അത് പലപ്പോഴും ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ട്രീറ്റ് ചെയ്യാവുന്ന ഒരു ഇതാണ്. തൈറോക്സിൻ എന്ന് വളരെ വില കുറഞ്ഞ പക്ഷേ എന്നാൽ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മരുന്നാണ് തൈറോക്സിൻ. അത് കഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫങ്ഷൻസ് നോർമലായിട്ട് നിർത്താൻ പറ്റും. പിന്നീട് വരുന്നത് ഫങ്ഷൻ കൂടിയിട്ട് വരുന്നുണ്ട്, തൈറോടോക്സിക്കോസ്. അത് മുഴകളില്ലാതെയും വരാം, മുഴകൾ വന്നിട്ടും വരാം. മുഴകളില്ലാതെ ആദ്യമായിട്ട് വരുന്നതിന് പ്രൈമറി എന്ന് പറയും. അതിന് മരുന്നുകൾ കൊണ്ട് ഒരു പരിധി വരെയും കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിൽ പറ്റാതെ വന്നാൽ മാത്രമേ പലപ്പോഴും നമുക്ക് സർജറിയിലേക്ക് പോകേണ്ടതായിട്ട് വരത്തുള്ളൂ. പക്ഷേ മുഴ വന്നിട്ടുള്ള തൈറോടോക്സിക്കോസിസ് അതിൻ്റെ ഫങ്ഷൻ കൂടിയതാണെന്നുണ്ടെങ്കിൽ 5-6 മാസം മരുന്ന് കഴിച്ചത് കൺട്രോൾ ചെയ്തതിന് ശേഷം നമ്മൾ ആ മുഴകൾ മാറ്റുന്നതായിരിക്കും നല്ലത്. കാരണം ആ മുഴകളെ ശരീരത്തിന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കും. അത് ഓട്ടോണമസ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്ന ഗ്രന്ഥിയായിരിക്കും. അല്ലെങ്കിൽ ആ മുഴകൾക്കകത്തുനിന്ന് ഉണ്ടാവുന്ന ദ്രാവകത്തിൻ്റെ നിയന്ത്രിക്കാൻ പറ്റാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളപ്പം സർജറി ചെയ്തിട്ട് മാറ്റേണ്ടതായിട്ട് വരും. ഇപ്പോൾ 2 തരത്തിലാണ്. ഒന്ന് ഫങ്ഷണൽ വ്യത്യാസങ്ങൾ വരാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഈ മുഴകളുമായിട്ട് അനാറ്റമിക്കൽ വേരിയേഷൻ എന്ന് പറഞ്ഞിട്ട് മുഴകളുടെ വ്യത്യാസം വരാം. ശസ്ത്രക്രിയ ആവശ്യമായിട്ട് വരുന്നത് മുഴകൾ വരുമ്പോഴോ അല്ലെങ്കിൽ ഈ മുഴ വന്നിട്ടുള്ള അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത തൈറോടോക്സിക്കോസ് വരുമ്പോഴാണ്. പ്രവർത്തനം കുറഞ്ഞിട്ടുള്ളത്
അത്ര അത്യാവശ്യം വരാറില്ല. പിന്നീട് വേറൊന്ന് നമ്മുടെ ഇവിടെ വളരെ കോമൺ ആയിട്ട് കാണുന്ന തൈറോയിഡൈറ്റിസ്, നീര് വരുന്ന തൈറോയിഡ്, അത് കുറച്ച് വ്യാപകമായിട്ട് തന്നെ കേരളത്തിലുണ്ട്. അതിന്റെ പ്രത്യേകിച്ചുള്ള കാരണങ്ങൾ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ പോലും തൈറോയിഡൈറ്റിസ് ഉണ്ട്. തൈറോയിഡൈറ്റിസ് വരുമ്പം പലപ്പോഴും ഒരു വേദന അല്ലെങ്കിൽ നീര് തണ്ടയുടെ ഭാഗത്ത് വരുന്നതായിട്ട് കാണാം. അത് പ്രോഗ്രസ് ചെയ്തിട്ട് ഒന്നിൽ ഫംഗ്ഷൻ കൂടുതലായിട്ട് നിൽക്കാം, ഇല്ലെങ്കിൽ ഫംഗ്ഷൻ കുറേ കഴിയുമ്പോഴത്തേനും അത് നോർമലായി ഫംഗ്ഷൻ കുറഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക് വരും. അപ്പോൾ തൈറോയിഡൈറ്റിസ് വരുമ്പോഴാണെങ്കിലും ആ ഒരു വ്യത്യാസത്തിനനുസരിച്ച് നമ്മൾ തൈറോയിഡിനെതിരായിട്ടുള്ള മരുന്നുകൾ കഴിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ തൈറോയിഡിന്റെ പ്രവർത്തനം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസിന്റെ മരുന്നുകൾ കഴിക്കുകയോ വേണ്ടി വരാറുണ്ട്. ഓക്കെ സാർ, നമുക്ക് പ്രമേഹമൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പല ആൾക്കാരും ഒരു 40 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നോക്കി പ്രമേഹം ഉണ്ടെങ്കിൽ അതിനുള്ള മാനേജ്മെന്റ് ഒരുപക്ഷെ അവർ അറിഞ്ഞുകൊണ്ട് ചികിത്സ എടുക്കുന്നില്ലായിരിക്കാം, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ചികിത്സ എടുക്കാതിരിക്കുന്നുണ്ടാവും. രണ്ട് രീതിയിലുണ്ടാകാം. പക്ഷേ തൈറോയിഡിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പല ആൾക്കാർക്കും തൈറോയിഡ് രോഗം കൊണ്ട് നടക്കുന്നത്, അതായത് തൈറോയിഡിന്റെ അസുഖം ഉണ്ടെന്ന് ഒരിക്കലും അവർ അറിയില്ല. അവരിത് കൊണ്ട് നടക്കും. ഏതെങ്കിലും ഒരു പ്രത്യേക സിറ്റുവേഷനിൽ ഇൻസിഡന്റൽ ഫൈൻഡിങ് ആയിരിക്കുമോ? അപ്പോൾ തൈറോയിഡിന്റെ പ്രശ്നം നമുക്ക് നേരത്തെ രോഗലക്ഷണം വെച്ചിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും? തൈറോയിഡിന്റെ പ്രവർത്തനം വ്യത്യാസപ്പെടുത്തിയിട്ടുള്ള ഒരു രോഗലക്ഷണം വരുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ തൈറോയിഡിന്റെ പ്രവർത്തനം വളരെ രീതിയിൽ വ്യത്യാസപ്പെട്ടിട്ടുണ്ടാവും. ഒന്നിൽ അതിന്റെ ഫംഗ്ഷൻ വളരെ കൂടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ കുറഞ്ഞിട്ടുണ്ടാവും. ചെറിയ തോതിലുള്ള തൈറോയിഡിന്റെ പ്രവർത്തന വ്യത്യാസം നമ്മൾ അറിഞ്ഞെന്നിരിക്കില്ല. ഞങ്ങളിപ്പം ഒരു മാൻഡേറ്ററി ആയിട്ട് വെച്ചിട്ടുള്ള ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസ് എന്തെങ്കിലും തരത്തിൽ ശസ്ത്രക്രിയക്ക് പോകുന്നതിന് മുമ്പ് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ തന്നിട്ടുള്ള ആകെ ഒരു 150 രൂപ അങ്ങനെ വരുന്ന ഒരു ടെസ്റ്റാണ് TSH എന്ന് പറഞ്ഞത്. ആ ടെസ്റ്റ് ഇൻവേരിയബിളി എല്ലാവർക്കും ചെയ്തിരിക്കും. അപ്പോൾ കണ്ടെത്തിയത് വളരെ അത്ഭുതമായിട്ടുള്ള കാര്യം, ഏതാണ്ട് 5% ആൾക്കാർക്ക് ഈ തൈറോയിഡിന്റെ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിലെ വ്യത്യാസമുണ്ട്. അവർക്ക് ചെറിയ തോതിൽ ഒരു തൈറോയിഡിന്റെ ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ എല്ലാ തരത്തിലുള്ള ശാരീരിക പ്രവർത്തനങ്ങളെയും നോർമലാക്കാൻ പറ്റും. കാരണം പ്രവർത്തനം കുറയുമ്പോൾ വരുന്ന സിംറ്റംസ് എന്ന് പറയുന്നത് ഹൃദയമിടിപ്പിലുള്ള വ്യത്യാസം വരിക, കുറഞ്ഞു വരിക, അല്ലെങ്കിൽ ഹാർട്ട് ഫെയിലിയർ വരെ വരുത്താവുന്നതാണ്. ആളുടെ വെയിറ്റ് കൂടി വരാൻ പറ്റും, അല്ലെങ്കിൽ കാലിൽ നീര് വരിക, ഉറക്കം ഭയങ്കരമായിട്ട് വരിക, ക്ഷീണം വരിക, ഒരു ഉന്മേഷമില്ലായ്മ, മെൻസസിലുള്ള വ്യത്യാസം സ്ത്രീകൾക്ക് വരുത്തുക. ഇത്തരം കാര്യങ്ങളെല്ലാം ഈ തൈറോയിഡിന്റെ പ്രവർത്തനം കുറഞ്ഞതുകൊണ്ട് സംഭവിക്കാവുന്നതാണ്. അപ്പോൾ അതെല്ലാം വരുമ്പോൾ ഇതൊന്നും ക്ഷീണമാണെന്ന് വിചാരിച്ചിരിക്കുകയല്ലാതെ ടെസ്റ്റുകൾ ചെയ്യുന്നത് സാധാരണ പതിവില്ലാത്തതുകൊണ്ടാണ്. അതുപോലെ തന്നെ പ്രവർത്തനം കൂടുന്ന ആളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ഒരു ഇറിറ്റേഷൻ വരുന്ന പോലെ, അല്ലെങ്കിൽ കയ്യിൽ വിയർപ്പ് വരിക, കൈയുടെ ഉള്ളം കൈ വിയർക്കുക, നെഞ്ചിടിപ്പ് കൂടുക, വെയിറ്റ് കുറയുക, കണ്ണുകൾക്ക് ഒരു പുറത്തേക്കൊരു ചെറിയ തള്ളിച്ച് വരുന്ന പോലത്തെ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും വരാൻ പറ്റും. പക്ഷെ ഇതൊക്കെ വന്നാലും നമ്മൾ ടെസ്റ്റുകൾ ചെയ്തിട്ട്, പ്രാഥമികമായിട്ടുള്ള ഇത്തരം ടെസ്റ്റുകൾ ചെയ്തിട്ട് അസുഖമുണ്ടോ എന്ന് നോക്കുന്നത് തന്നെ വളരെ വളരെ താമസിച്ചായിരിക്കുന്നതുകൊണ്ടാണ്. നമുക്ക് ഒരു സമയത്ത് എന്തെങ്കിലും ഒരു ടെസ്റ്റുകൾ വല്ലപ്പോഴെങ്കിലും ഒന്ന് ചെയ്തു നോക്കുന്നത് ആവശ്യമാണെന്നുള്ളത് പൊതു സമൂഹം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വളരെ ഒരു കോള് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് സാർ. നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഹലോ സാർ. പറയൂ, ഡോക്ടർ നമ്മോടൊപ്പം ഉണ്ടല്ലോ, സംസാരിച്ചു. സാർ, ഞാൻ ഒറ്റപ്പാലത്ത് നിന്ന് വിളിക്കുന്നത്. എന്റെ പേര് കൃഷ്ണകുമാർ എന്നാണ്. പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞു മിസ്റ്റർ കൃഷ്ണകുമാർ, കേൾക്കാം. എനിക്ക് 10-25 വർഷമായിട്ട് ഡയബറ്റിക് ആണ് ഞാൻ. അപ്പോ എന്റെ കഴുത്തിലൊരു മുഴ ഒരു 10 വർഷമായിട്ട് ഇങ്ങനെ രൂപപ്പെട്ടിട്ടുണ്ട്. അത് ഞാൻ ഈ ചെക്ക് ചെയ്തിരുന്നു തൈറോയിഡിന്റെ. അപ്പൊ മരുന്നൊന്നും കഴിക്കണ്ട എന്നാണ് പറയുന്നത്, അതിനുള്ളത് ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോ ഞാൻ ഓപ്പറേറ്റ് ചെയ്ത് കളയണം എന്നല്ലാതെ കണ്ട് യാതൊരു പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്നു. അത് എന്റെ പറഞ്ഞതുപോലെ തന്നെ തൈറോയിഡിന് വരുന്ന 2 തരത്തിലുള്ള വ്യത്യാസങ്ങളാണ്. ഒന്ന് അതിന്റെ ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ടത്, അതിനകത്തുണ്ടാവുന്ന ദ്രാവകത്തിന്റെ അളവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. ആ ദ്രാവകത്തിന്റെ അളവ് കൂടുതലോ കുറവാണെങ്കിലാണ് മരുന്ന് കഴിക്കാൻ പറയാറ്. അത് നോർമൽ റേഞ്ചിലാണെന്നുണ്ടെങ്കിൽ മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ മുഴയുടെ വലിപ്പം കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ട്യൂമർ ആകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് പലപ്പോഴും ശസ്ത്രക്രിയ വേണമെന്ന് പറയാറ്. ഇല്ലെങ്കിൽ നമുക്ക് വേദനയോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. അതിനകത്ത് പ്രവർത്തന വ്യത്യാസമില്ല. പക്ഷേ ഈ മുഴ സാധാരണ 4 സെന്റിമീറ്ററിനൊക്കെ മുകളിലായി കഴിഞ്ഞാൽ ട്യൂമർ വരാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് ഓപ്പറേഷൻ ചെയ്ത് മാറ്റുന്നതാണ് നല്ലതെന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ 2 സൈഡിലൊക്കെ മുഴ വന്നിട്ട് അതൊരു ഭംഗിക്കുറവ് വരുത്തുന്ന തരത്തിലേക്ക് നമുക്ക് കഴുത്ത് കണ്ടു കഴിഞ്ഞാൽ വരുത്തുന്ന തരത്തിലാണ് ഒരു സൈഡിലുള്ളത്. മറ്റേ സൈഡിൽ അദ്ദേഹം പറയുന്നു മറ്റേ സൈഡിലും ചെറുതായിട്ടൊരു പ്രൊട്രൂഷൻ. അതെ, അങ്ങനെയുള്ളപ്പോഴും അത് മാറ്റുന്നത് നന്നായിരിക്കും. കാരണം അത് കൂടുതൽ മുമ്പോട്ട് വരാൻ പറ്റും. പിന്നീട് കുറച്ചുകൂടെ ഒക്കെ വലിപ്പം വരുമ്പോഴാണ് ഈ ശ്വാസനാളത്തിന്റെ മുമ്പിൽ ഇരിക്കുന്നതുകൊണ്ട് ശ്വാസനാളത്തിന് വ്യത്യാസം, ഒരു അമർച്ച വരുന്ന ഒരു അത് അമർന്നിരുന്നിട്ട് ശ്വാസനാളത്തിന് വ്യത്യാസം വരാം. അല്ലെങ്കിൽ കൂടുതൽ വലിപ്പം 10 വർഷമായിട്ട് ഞാനത് കാണുന്നുണ്ട് സാർ. പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ? ഇല്ല, അതുകൊണ്ടായിട്ട് കുഴപ്പമില്ല. ഫംഗ്ഷൻ നോർമൽ ആണ്. ചെറിയ മുഴയുള്ളതെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ മുഴയുടെ വലിപ്പം കൂടിയിട്ട് അന്നനാളത്തിനെ ശ്വാസനാളത്തിനെ പ്രസ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു പ്രവർത്തന വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ മാത്രമേ പെട്ടെന്ന് എടുക്കേണ്ടതായിട്ടുള്ളൂ. അല്ലെങ്കിൽ പിന്നുള്ള മരുന്ന് കഴിക്കേണ്ടതുണ്ടോ ഡയബറ്റിക്കിന്റെ അല്ലാതെ? ഇതിനു വേണ്ടിയിട്ട് മരുന്ന് കഴിക്കേണ്ടത് ഫംഗ്ഷൻ വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ.
ഫംഗ്ഷൻ ഒന്നും ഇപ്പൊ വ്യത്യാസം തോന്നുന്നില്ല. അദ്ദേഹം ചോദിച്ചത് ശബ്ദത്തിന് വ്യത്യാസം ഉണ്ടോന്നൊക്കെ. അതെ അതെ, ശബ്ദത്തിന് വ്യത്യാസമില്ല, വേദനയില്ല, അബ്സല്യൂട്ട്ലി അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നുമില്ല. അതെ, വലിപ്പം കൂടുതലില്ലെങ്കിൽ നമ്മൾ മാറ്റാറുള്ളത് അത് കാണുന്നതിനുള്ള അഭംഗി മാറ്റാൻ വേണ്ടി കൂടെയാണ്. ഓക്കെ, സാറിന്റെ സംശയം മാറിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. വിളിച്ചതിന് നന്ദി സാർ. ചെറിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരിച്ചു വരാം. താക്കോൽദ്വാര ശസ്ത്രക്രിയ പ്രത്യേകിച്ച് തൈറോയ്ഡ് രോഗങ്ങൾക്ക് എങ്ങനെ ചികിത്സിക്കാം എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാർ, നമ്മൾ പറഞ്ഞു തൈറോയിഡിൻ്റെ പല കാര്യങ്ങൾ പറഞ്ഞപ്പോൾ സ്ത്രീകളിൽ സാധാരണഗതിയിൽ പല ആൾക്കാരും ഈ സർജറിക്ക് വരാതിരിക്കുന്ന അല്ലെങ്കിൽ നീട്ടിക്കൊണ്ടു പോകുന്നതിൽ ഒരു റീസൺ ഇവിടെ ഒരു സ്കാറ് വരും, കഴുത്തിൽ ആൾക്കാർ കാണത്തക്ക രീതിയിൽ ഒരു സ്കാറ് വരും എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും അഭംഗി ഉണ്ടെങ്കിലും ഈ സ്കാറിൻ്റെ ഒരു അല്ലെങ്കിൽ ഒരു വലിയൊരു മുറിവിൻ്റെ പാട് അവശേഷിക്കുന്നതിനാൽ പല ആൾക്കാരും ഇതൊരു സർജറിക്ക് അല്ലെങ്കിൽ മുതിരാറില്ല എന്നുള്ളത്. അപ്പോൾ അത് ഈ താക്കോൽദ്വാര ശസ്ത്രക്രിയ അതിനൊരു യഥാർത്ഥ പരിഹാരമാണ്. വളരെയധികം ആൾക്കാർക്കും ബുദ്ധിമുട്ടായിട്ട് വരുന്നത് തൈറോയിഡിന്റെ എന്തെങ്കിലും അസുഖത്തിന് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എല്ലാവർക്കും ഇവർ തൈറോയിഡിന്റെ രോഗിയാണെന്നും ഓപ്പറേഷൻ ചെയ്താണെന്നുള്ളതും പ്രഖ്യാപിക്കുന്ന തരത്തിലേക്കാണ് ഇതിന്റെ സ്കാർ വന്നുകൊണ്ടിരുന്നത്. അത് ഒഴിവാക്കാനായിട്ട് മറ്റു നിവൃത്തിയില്ലാത്തതുകൊണ്ട് സർജന്മാർ അത് ഇട്ടിട്ട് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. കഴുത്തിന് കുറുകെ ആ ഒരു സ്കാർ വരിക. പക്ഷേ പുരുഷന്മാർക്ക് അത്രയും വരില്ല, കാരണം ഷർട്ട് ഇടുന്നത് കൊണ്ടോ. പുരുഷന്മാർക്കാണെങ്കിലും ടൈ കെട്ടിയിട്ട് നടക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ കാണാത്ത, അല്ലെങ്കിൽ അത് ക്രോസ് ആയിട്ട് കാണുന്ന സിറ്റുവേഷനിലുണ്ടായിരുന്നു. ഒത്തിരി പ്രായമുള്ളവർക്കൊക്കെ ചെയ്യുമ്പോഴത്തേന് അത്ര ഒരു പ്രകടമായിട്ടുള്ള സ്കാർ വന്നില്ല പോലും ചെറുപ്പക്കാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ടുള്ളൊരു സ്കാർ വരും. ചിലർക്ക് ഈ സ്കാർ ടെൻഡൻസി ഉള്ളവർക്കാണെങ്കിൽ വളരെ വലിയൊരു സ്കാർ ഉണ്ടാവുന്നതാണ്. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് ചെയ്യാനായിട്ട് ലാപ്രോസ്കോപ്പി 100% അതിനൊരു പരിഹാരമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. കാരണം ലാപ്രോസ്കോപ്പി സംവിധാനത്തിലൂടെ ചെയ്യുമ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് ഈ കക്ഷത്തിന്റെ സൈഡിലാണ് ഈ മുറിവുണ്ടാക്കുന്നത്. അത് തന്നെ വളരെ ചെറിയ മുറിവുണ്ടാക്കി ടെലിസ്കോപ്പ് കടത്തി ഈ കഴുത്തിന്റെ ഭാഗങ്ങൾ വലുതായിട്ട് കണ്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ചെറിയ മുറിവിൽ കൂടെ തന്നെ നമുക്ക് ഈ ടെലിസ്കോപ്പിക് സംവിധാനങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുന്നത് കൊണ്ട് വളരെ വലുതായിട്ട് കാണാനും ഈ മുഴകളെ മാറ്റാനും സാധിക്കുന്നുണ്ട്. സ്പെസിമെൻ പോലും മാറ്റുന്നത് താഴെ കൂടെ തന്നെ ആയിരിക്കും. അപ്പോൾ ഒരു 7-8 സെന്റിമീറ്റർ വരെയുള്ള മുഴകളൊക്കെ തന്നെ അതിലെ കൂടെ തന്നെ വളരെ സേഫ് ആയിട്ട് മാറ്റാൻ പറ്റും. അതിലും വലിയ മുഴകളാണെങ്കിൽ തന്നെയും ചെറിയൊരു മുറിവിൽ ഈ മുഴ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം മതി. അല്ലാതെ മൊത്തത്തിൽ ഇങ്ങനെ കഴുത്തിന് ക്രോസ് ആയിട്ടുള്ള ഒരു സ്കാറിന്റെ ആവശ്യമേ വരുന്നില്ല. അങ്ങനെ കോള് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നേ? ഹലോ, ഞാൻ എറണാകുളത്ത് ഡോക്ടർ നമ്മുടെ കൊണ്ടല്ലോ, സംശയം ചോദിച്ചോളൂ മാഡം. എന്റെ മകളുടെ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിട്ടായിരുന്നു. മകൾക്ക് പ്രഗ്നൻസി പീരീഡിലാണ് തൈറോയിഡ് കണ്ടത്. അപ്പോ 50 mg ആദ്യം കഴിക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് അത് ഹൈപ്പോ തൈറോയിഡ് ആയിരുന്നു. 50 mg കഴിക്കാൻ പറഞ്ഞു. അതിനുശേഷം അത് 25 ആക്കി. അതിനുശേഷം ഡെലിവറി കഴിഞ്ഞപ്പോൾ പ്രീമച്വർ ബേബി ആയിരുന്നു. 7th മന്തില് സിസേറിയൻ വഴി എടുക്കുക ചെയ്തത്. അതിനുശേഷം നോക്കിയപ്പോ ഇത് നോർമലാണെന്ന് കണ്ട് ഡോക്ടർ പറഞ്ഞു മരുന്ന് നിർത്തിക്കൊള്ളാൻ പറഞ്ഞു. നിർത്തി 1 മാസം കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും ചെക്ക് ചെയ്തപ്പോ ഹൈപ്പർ തൈറോയിഡ് എന്ന് കണ്ടു. അപ്പോ അവിടുത്തെ ഫിസിഷ്യൻ ഒരു മരുന്ന് കുറിച്ച് തന്നു. ആ മരുന്ന് കഴിച്ചിട്ട് 2 മാസം കഴിഞ്ഞ് വീണ്ടും ചെക്ക് ചെയ്തപ്പോ TSH 150 എന്ന് കണ്ടു. അങ്ങനെ ഒരു ഡോക്ടറെ പോയി കണ്ടു കഴിഞ്ഞപ്പോ ആ ഡോക്ടർ പറഞ്ഞു ആര് പറഞ്ഞിട്ട് ഈ മരുന്ന് കഴിച്ചത്, അത് ശരിയായില്ല എന്ന് പറഞ്ഞ് ഡോക്ടർ വേറെ മരുന്ന് കൊടുത്ത് അത് ഹൈപ്പോതൈറോയിഡിനുള്ള ഒരു മരുന്ന് ആഴ്ചയിലൊരെണ്ണം കഴിക്കാനായിട്ടും മരുന്നിന്റെ പേരുകൾ ഞാൻ ഓർക്കുന്നില്ല, മോളെന്റെ കൂടെ ഇപ്പൊ ഇല്ലാത്തതുകൊണ്ട്. അപ്പോ അത് 2 മാസം കഴിച്ചിട്ട് ഇപ്പൊ മോള് ഒരു ഡോക്ടറെ അടുത്ത് പോയി കണ്ടപ്പോ ആ ഡോക്ടർ പറഞ്ഞു ഈ ഇടയ്ക്ക് കഴിച്ച ഹൈപ്പറിന് വേണ്ടി കഴിച്ച മരുന്ന് കഴിച്ചത് ആകെ അബദ്ധമായി, കംപ്ലീറ്റ് തൈറോയിഡ് ബേൺ ഔട്ട് ആയി പോയി. അതുകൊണ്ട് ഇനി നമുക്ക് സപ്ലിമെന്റ് കൊടുക്കേണ്ടി വരും. ഇയാൾക്ക് ഇനി ഇതിന്റെ പ്രോബ്ലംസ് കൂടി വരും, ക്ഷീണം, ചൊറിച്ചില്, അങ്ങനെ പല പല പ്രയാസങ്ങൾ വരും. അപ്പൊ ഇനി ജീവിതകാലം മുഴുവൻ അതിന്റെ സപ്ലിമെന്റ് നമ്മൾ കൊടുത്തോണ്ടിരിക്കണമെന്ന് പറയണം. എന്തുകൊണ്ടാണ് ഡോക്ടർ ഇങ്ങനെ? ഇത്രയും അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. ഈ പ്രഗ്നൻസിയുടെ സമയത്ത് സാധാരണ ഇതായിട്ട് തന്നെ തൈറോയിഡിന്റെ അളവ് കൂടുതലായിട്ട് തൈറോക്സിന്റെ അളവ് കൂടുതൽ ആവശ്യമുള്ള ഒരു സമയമാണ്. പെൺകുട്ടികളെ സംബന്ധിച്ചോളം മെൻസസ് തുടങ്ങുന്ന സമയത്ത് വരുന്നതോ അല്ലെങ്കിൽ പ്രഗ്നൻസിയുടെ സമയത്ത് വരുന്നതിന് ഫിസിയോളജിക്കൽ ഗോയിറ്റ് തന്നെ വെച്ചാൽ അന്നേരത്തെ ആവശ്യം കൂടുതലായതുകൊണ്ട് അതിനനുസരിച്ചിട്ട് ഗന്ധിവീക്കം വന്നിട്ട് തൈറോയിഡ് വരുന്നതാണ്. അപ്പൊ നമ്മൾ തൈറോയിഡിന്റെ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പം അതിന്റെ പ്രവർത്തനം ആവശ്യത്തിന് അധികം ഒരു ആവശ്യത്തിന് ഉപയോഗിക്കുന്ന തരത്തിലേക്ക് ഇല്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും തൈറോക്സിൻ ഗുളിക കഴിക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ തൈറോക്സിൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈ ഫംഗ്ഷൻ നോക്കുമ്പോൾ കൂടുതലായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ തൈറോയിഡിന്റെ മരുന്ന് നിർത്തിയാൽ മാത്രം മതി. അല്ലാതെ തൈറോയിഡിനെതിരായിട്ടുള്ള ആന്റി തൈറോയിഡ് ഡ്രഗ്സ് എന്ന് പറഞ്ഞിട്ട്